ഗാസ പ്രതിസന്ധി തീർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 21 കരാറിലെ ഭിന്നത ഉന്നയിച്ച് കെയ്റോയിലെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ. ഗാസയിലെ പട്ടിണി പാവങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന തങ്ങൾക്കുമെതിരെ ഗൂഢാലോചനയാണ് ട്രംപിലൂടെ നെതന്യാഹു അവതരിപ്പിച്ചതെന്ന് ഹമാസ് വാദിച്ചു. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ 6 ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നതുൾപ്പെടെയുള്ള ഉപാധികളാണ് കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഹമാസ് ഉയർത്തിയത്. ഗാസയെ ഇസ്രായേൽ ഇനി ഒരിക്കലും ആക്രമിക്കില്ലെന്ന് ഉറപ്പ് വേണമെന്നാണ് ഹമാസിൻ്റെ പ്രധാന ഡിമാൻഡ്. ഗാസയ്ക്ക് നിയന്ത്രണങ്ങളില്ലാതെ സഹായം അനുവദിക്കണം, ജനങ്ങളെ ഗാസയിലേക്ക് തിരിച്ചെത്താൻ അനുവദിക്കണം, ഗാസയെ പുനർനിർമ്മിക്കണം, തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണം തുടങ്ങിയവയാണ് ഹമാസ് മുന്നോട്ട് വെച്ച മറ്റുപാധികൾ. ഹമാസ് വക്താവ് ഫൗസി ബർഹൂമാണ് 6 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. മുമ്പ് സമാധാന ചർച്ചകളുടെ ഫലമായി വെടിനിർത്തലിന് അരികിലെത്തിയിരുന്നെന്നും എന്നാൽ നെതന്യാഹു അത് അട്ടിമറിച്ചിരുന്നുവെന്നും ഹമാസ് പറയുന്നു. ഇത്തവണയും ഇതിന് സാധ്യതയുണ്ട്. അതിനാൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ട് അട്ടിമറി നീക്കത്തിൽ നിന്ന് നെതന്യാഹുവിനെ തടയണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 29 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം, ഗാസയിൽ ഹമാസ് അധികാരം ഒഴിയുകയും ആയുധം ഉപേക്ഷിക്കുകയും വേണം, പകരം തടവിലുള്ള ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കും എന്നിവയായിരുന്നു പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ. ഗാസയിലെ സഹായ വിതരണം UN, റെഡ് ക്രസൻറ്റ് ഉൾപ്പെടെ ഏജൻസികൾ വഴി നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഫലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരിക്കും. ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല, എന്നാൽ പോകാൻ തീരുമാനിക്കുന്നവരെ അതിന് അനുവദിക്കുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. മറുപടി നൽകാൻ ഹമാസിന് 4 ദിവസത്തെ സാവകാശമായിരുന്നു ട്രംപ് നൽകിയത്. ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല. ചില കാര്യങ്ങളിൽ ഇനിയും ചർച്ച വേണമെന്നായിരുന്നു ഹമാസ് അറിയിച്ചത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ച് 2 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഹമാസിനെ ഏകപക്ഷീയമായി ലക്ഷ്യം വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചതെന്ന് അറബ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. 2 കക്ഷികൾ തമ്മിലുള്ള സമാധാന ചർച്ചയിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായി നിരായുധീകരിച്ച് പ്രദേശം വിട്ടുപോകണമെന്ന് പറയുന്ന നിർദ്ദേശം സമാധാന ചർച്ച എന്നതിലപ്പുറം ഏകപക്ഷീയമായ കീഴടങ്ങലിനാണ് ആവശ്യപ്പെടുന്നതെന്ന് വിമർശനം ഉയരുന്നു. ഫലസ്തീനികളുടെ പ്രതിരോധം പൂർണ്ണമായി ഇല്ലാതാക്കി ഇസ്രായേലിന് ഏകപക്ഷീയ അധിനിവേശത്തിന് വഴിയൊരുക്കുന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്നാണ് വിലയിരുത്തൽ. ഗാസയിലെ ആക്രമണം നിർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ട്രംപിൻ്റെ പദ്ധതികളോട് ഹമാസ് അനുകൂലമായി പ്രതികരിക്കുകയും സൈനിക പിന്മാറ്റം സ്ഥിരീകരിക്കുകയും ചെയ്ത ശേഷം ശനിയാഴ്ച മാത്രം 70 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലും ഇസ്രായേൽ ഏകപക്ഷീയമായി ലംഘിക്കുകയായിരുന്നു. ആക്രമണം നിർത്തി ഇസ്രായേൽ പിന്മാറിയാൽ ബന്ദികളെ കൈമാറാൻ ഒരുക്കമാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. അതേസമയം യുദ്ധാനന്തര ഗാസയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് തങ്ങൾ കൂടി ഉൾപ്പെട്ട സമിതിയാണെന്ന് ഹമാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര ചട്ടങ്ങളും പ്രമേയങ്ങളും മുൻനിർത്തിയാണ് ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയുള്ള പലസ്തീൻ സമിതിക്ക് ഗാസയുടെ ഭരണം കൈമാറാൻ ഒരുക്കമാണ്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയുള്ള സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് ഗാസ ഭരണം കൈമാറാൻ ഒരുക്കമെന്നും ഹമാസ് വ്യക്തമാക്കി.